ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ വൈകിട്ടൊക്കെ ആയപ്പോൾ ഒരു ചൂടുള്ള വട കഴിക്കുന്ന ഒരാഗ്രഹം. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വട ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ആ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് 2 വിസിലായിരുന്നു അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇതേപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മസാല ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി, ഒരു അര സ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 2 സ്പൂണോളം റവയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റവ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഉള്ളെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉഴുന്നൊന്നും ചേർക്കാത്ത വട നമുക്ക് ഇതിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഞാൻ എരിവിന് കുരുമുളക് പൊടിയാണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധ സാധനത്തിലൊന്നും മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇതേപോലെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഒന്ന് കുഴച്ചിട്ട് എല്ലായിടത്തും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ ഇതെന്താ പറയുക, ഇത് ഞാൻ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി കൊണ്ടപ്പോൾ അതിൽ കുറച്ച് മുളച്ചത് ഇങ്ങനെ പൊട്ടിയത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് മണ്ണെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് 4 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര വലിപ്പമായിട്ടുണ്ട്, ഇനി ഇതെങ്ങനെ ആവുക എന്നുള്ളത് നമുക്ക് നോക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഉള്ളിത്തൂമ്പൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാമല്ലോ എന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് തന്നെ കൈമ ഇതേപോലെ കുറച്ച് എണ്ണ എന്തെങ്കിലും ആക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമുക്ക് എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഉരുളകളാക്കിയെടുത്തതിന് ശേഷം കൈപ്പത്തിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് ശേഷം ചെറിയ നമുക്ക് വടയാണല്ലോ ഉണ്ടാക്കിയെടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഓട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വിരൽ വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ മുഴുവനായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വട കഴിക്കണം എന്നൊക്കെ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് അരിപ്പൊടി 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കുറച്ചൊക്കെ അധികം തന്നെ നമുക്ക് ഇതേപോലെ വടകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പൂതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വടയുടെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചട്നി കാര്യങ്ങളൊന്നും വേണമെന്നുണ്ടെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ ഞാൻ തക്കാളി സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒരു സൈഡ് ആയതിനു ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അധികം വേവാനൊന്നും ഉണ്ടാവില്ല, ഒന്ന് മുകൾ ഭാഗം ഒന്ന് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ആക്കിയെടുത്താൽ മതി. കാരണം ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതാ ഈ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ മുഴുവനായിട്ട് ഞാനിപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല അടിപൊളി നമ്മളെ വടത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണെന്നൊന്നും ആരും കണ്ടാലും പറയില്ല. കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി സോസിൻ്റെ കൂടെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എല്ലാവരും ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വരാതെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.